A+2 സ്വാഗതം. സർക്കാർ ആശുപത്രികളിൽ നിന്നും നമുക്ക് ഇനി പല സേവനങ്ങളും വളരെ വേഗം ലഭിക്കുന്നതിനായുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ ഭാഗമായി 313 സർക്കാർ ആശുപത്രികളിലും ഓൺലൈൻ സംവിധാനം നിലവിൽ വന്നു. വളരെ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ, പ്രത്യേകിച്ച് ഒരു മാസത്തിനുള്ളിൽ എല്ലാ ആശുപത്രികളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഓൺലൈനായി OP ടിക്കറ്റ് എടുക്കുന്നതിന് നമുക്ക് കഴിയും. അതുപോലെ ആശുപത്രിയിൽ ഏതെങ്കിലും തുക ഒടുക്കേണ്ടി വന്നാൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI അതായത് ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവ മുഖേനയും നമുക്ക് പണം അടയ്ക്കാൻ കഴിയും. ക്യൂവിൽ നമ്മൾ കൂടുതൽ സമയം കാത്തു നിന്ന് മെനക്കെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് പുതിയ സംവിധാനത്തിൻ്റെ പ്രയോജനം. ഈ ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയിട്ടുള്ള 687 ആശുപത്രികളിലും പദ്ധതി നടപ്പാക്കിയിട്ടില്ലാത്ത താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള 80ഓളം ആരോഗ്യ കേന്ദ്രങ്ങളിലുമാണ് ഓൺലൈനായി ഇനി OP ടിക്കറ്റ് എടുക്കാൻ കഴിയുക. മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഏതുവിധ രോഗികൾക്കും ഇത്തരത്തിൽ ഓൺലൈനായി അപ്പോയിൻമെൻറ്റ് എടുക്കാൻ കഴിയും. നേരത്തെ തന്നെ നമ്മൾ OP കൗണ്ടറുകളിൽ മണിക്കൂറുകളോളം കാത്ത് നിൽക്കേണ്ടി വരാറുണ്ട് OP ടിക്കറ്റ് എടുക്കുന്നതിന്. ഇനി മുതൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സ്വന്തം നിലയിൽ മൊബൈൽ ഫോണിലൂടെ തന്നെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയും. ആ സമയത്ത് ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണാനും നമുക്ക് സൗകര്യമുണ്ടാകും. UHID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ചികിത്സയുടെ വിവരങ്ങളും മരുന്ന് കുറിപ്പടികളും ലാബ് ടെസ്റ്റ് റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൊബൈലിൽ ലഭിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകളും മറ്റ് ചികിത്സാ വിവരങ്ങളുമൊക്കെ ബന്ധപ്പെട്ട ഡോക്ടറോട് നമുക്ക് നേരിട്ട് കാണിക്കാൻ കഴിയും. ലാബ് റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ ലാബിൽ പോയി കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രയോജനം. ആൻഡ്രോയിഡ് ഫോണിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് മുൻകൂറായി നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ കഴിയുക. മുൻകൂറായി ടോക്കൺ എടുക്കാത്ത രോഗികൾക്ക് ക്യൂ ഇല്ലാതെ ടോക്കൺ എടുക്കാൻ കഴിയുന്ന സ്കാൻ ആൻഡ് ബുക്ക് സംവിധാനവും ഇപ്പോൾ സജ്ജമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള QR കോഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് OP ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നതാണ് ഈ പുതിയ സംവിധാനം. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആശുപത്രിയുടെ പ്രധാന മുൻവശത്ത് QR കോഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ സ്കാൻ ചെയ്ത് OP ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന പുതിയ സംവിധാനമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആശുപത്രികളിൽ നമ്മൾ പലപ്പോഴും ആശ്രയിക്കാത്തത്, പ്രധാനമായും സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കാത്തത് ഇതുപോലെ തിരക്കുകൾ കാരണം നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് ഡോക്ടറെ കാണാനോ ചികിത്സകൾ അതനുസരിച്ച് ലഭ്യമാക്കാനോ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ്. ഇനി മുതൽ നമുക്ക് മൊബൈലിലൂടെ തന്നെ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് ആശുപത്രിയിലെത്തി ഡോക്ടറെ കാണാൻ എളുപ്പത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാലും ഇപ്പോൾ ഇതുപോലെ മണിക്കൂറുകളോളം ക്യൂയിൽ ഇരിക്കേണ്ട ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. OP ടിക്കറ്റ് എടുക്കാനായാലും ഡോക്ടറെ കാണാനായാലും മണിക്കൂറുകളോളം പ്രൈവറ്റ് ആശുപത്രികളിലും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ പണം നൽകിയാണ് ആ സേവനം ലഭ്യമാക്കുന്നത്. അതും വലിയൊരു തുക പ്രധാനപ്പെട്ട പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ നമുക്ക് നൽകേണ്ടി വരുന്നു. സർക്കാർ ആശുപത്രികളിലെ തിരക്കും ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുമൊക്കെ ഒഴിവാക്കി കിട്ടുന്നതിനാണ് പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ ആളുകൾ സമീപിക്കാറുള്ളത്. ഓർക്കുക, നിങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിലാണ് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം അനാവശ്യമായ മരുന്നുകൾ ഒന്നും തന്നെ സർക്കാർ ആശുപത്രികളിൽ എഴുതാറില്ല. ആവശ്യത്തിനുള്ള മരുന്ന്, അതും അവിടെ ലഭ്യമാകുന്ന മരുന്നുകൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കുകയും ലഭ്യമല്ലെങ്കിൽ മാത്രം
പുറത്തു നിന്ന് വാങ്ങുന്നതിന് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ നൽകുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ സ്വകാര്യ ആശുപത്രികളിൽ പലപ്പോഴും ഉണ്ടാകുന്നത് ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്നുകൾ നൽകുകയും കൂടുതൽ ചികിത്സകൾക്ക് വേണ്ടി രോഗികൾ നിർബന്ധിതരാകുന്ന അവസ്ഥയും ഉണ്ട്. ചെറിയ ഏതെങ്കിലും രോഗങ്ങളുമായി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ എത്തുന്ന ഒരാളിന് കൂടുതൽ പരിശോധനകൾ നടത്തി അവരിൽ നിന്നും വലിയൊരു തുക ഈടാക്കുന്ന പ്രക്രിയയും സ്വകാര്യ ആശുപത്രികളിൽ നിർബാധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചികിത്സ മാത്രമേ അവർ നൽകുകയുള്ളൂ. കിടത്തി ചികിത്സയുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിടത്തി ചികിത്സ നടത്തുകയും ഉള്ളൂ. ഓപ്പറേഷൻ തുടങ്ങിയ വലിയ തരത്തിലുള്ള ചികിത്സകൾ നടത്തണം എങ്കിൽ തന്നെ അത് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ സർക്കാർ ആശുപത്രികളിൽ അത് നടത്താറുള്ളൂ. മറിച്ച് സ്വകാര്യ ആശുപത്രികളിൽ അവർക്ക് അനിവാര്യമല്ലെന്ന് തോന്നിയാലും ഈ ചികിത്സ നടത്തുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന സാമ്പത്തിക ആനുകൂല്യത്തിൻ്റെ പേരിൽ പലപ്പോഴും ഇത്തരം ചികിത്സാ വിധികൾ അവർ നിശ്ചയിക്കാറുണ്ട്. രോഗികൾ അതിന് വഴങ്ങാറുമുണ്ട്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ അങ്ങനെ ഒരു കാര്യം ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് അല്പം നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ തന്നെ സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നതാണ് അഭികാമ്യം എന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലെ സംവിധാനങ്ങൾ കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും പറയാതെ വയ്യ. എല്ലാ ആശുപത്രികളുടെ കാര്യം അല്ല പറയുന്നത്. എന്നാലും പൊതുവെ ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ ആശുപത്രി സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പൊതുവായ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സമയവും സൗകര്യവും ഒക്കെ ലഭ്യമാകുമെങ്കിൽ നിങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ പോകാതെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നതാണ് ഉചിതം. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് നൽകുകയും അതിൻ്റെ ബുദ്ധിമുട്ട് മാത്രം നമ്മൾ അനുഭവിക്കുകയും ചെയ്താൽ മതിയാകും. എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ചിലരെങ്കിലും, എല്ലാവരെയുമല്ല പറയുന്നത്, ചില ആശുപത്രികളെ എങ്കിലും, ഭൂരിപക്ഷം ആശുപത്രികൾ എന്ന് തന്നെ പറയേണ്ടി വരുന്നു, അവർക്ക് വാണിജ്യ താൽപ്പര്യങ്ങൾ ഉണ്ടാകാം. ആ താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നിശ്ചയിക്കപ്പെട്ട ടാർഗറ്റ് കരസ്ഥമാക്കുന്നതിനു വേണ്ടി തന്നെ രോഗികളെ ഇത്തരത്തിലുള്ള പല ടെസ്റ്റുകൾക്കും പലതരം ചികിത്സകൾക്കും ഓപ്പറേഷനുകൾക്കും ഒക്കെ വിധേയരാക്കുന്നു എന്നുള്ളത് പരക്കെ ആക്ഷേപമുള്ള കാര്യം തന്നെയാണ്. ആശുപത്രിയിൽ ഇങ്ങനെ പോയി ചികിത്സ നടത്തിയതിന് ശേഷം പരാതിക്കാരാവുന്നതിന് പകരം സർക്കാർ ആശുപത്രിയുടെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം. നന്ദി.